ഹലോ. ആ, പറയടാ. ഏ ആ, ഒരു കാര്യം ചെയ്യ്. ഏ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഉം? എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ അവനെ അടിക്കാൻ പാടില്ലായിരുന്നു. ദാ, കിരണേ, ആ, ഞാൻ പോട്ടെ. ബൈ. ഡി ശീതലേ, ഒന്നവിടെ നിന്നേ. ഏ? ഉം, നീയോ? എന്താടി? ഡി, നീ എന്തിനാ കിരണിന്റെ ബാക്കില് ഇപ്പോഴെപ്പോഴും ഇങ്ങനെ തൂങ്ങി നടക്കുന്നേ? ഛേ, നാണല്ലേടി? അതെ, ഞാൻ കിരണിന്റെ കൂടെ നടന്നാല് നിനക്കെന്താ? നീ എന്തിനാ ചോദിക്കുന്നേ? ആ ആ, അത് ഞാനേ കിരണിന്റെ ഫ്രണ്ടാണ്. നിന്നെ ഇനി അവന്റെ കൂടെ ഇങ്ങനെ ഞാൻ കണ്ടുപോകരുത്. ഇങ്ങനെ എങ്ങാനും കണ്ടാ പിന്നെ കണ്ടാല്? എടി, അവൻ നിന്റെ ഫ്രണ്ട് ആണെങ്കിലേ എന്റെ ലവറാണ്. ഞങ്ങൾ തമ്മിലേ നല്ല ഇഷ്ടത്തിലാണ്. നീ നിന്റെ ജോലി നോക്കി പോടി. ഛേ. ഒന്നും വേണ്ടായിരുന്നു. ആ, ആ, ഇത് ഇതാര്? ഹരിയോ? ആ, ആ, വാടാ, അങ്ങോട്ടിരിക്കാം. വാ. ആ, മഹേഷേ, എന്തൊക്കെയുണ്ടടാ വിശേഷം? ആ, എന്താടാ നിന്റെ മുഖത്തൊരു ടെൻഷൻ പോലെ? ഏ ടെൻഷനൊന്നുമില്ല. ആ, അമ്മേ, അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ ഹരി വന്നിരിക്കുന്നു. ദൈവമേ, ഹരിയാണല്ലോ. ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാവോ? ആ, 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 ഇതാര്? ആ, ഹരിമോനോ? ആ, ആ, എന്താ എന്താ മോനെ? ആ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? ഏ, സുഖാണോ? ഏ ഇതെന്താ എല്ലാവർക്കും പറ്റിയേ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു പരിഭ്രമമൊക്കെ പോലെ? എന്താ മഹേഷേ? ഏ ഒന്നുമില്ലടാ. ആ, മഹേഷേ, മാള് എവിടെ? വന്നിട്ട് അവളെ കണ്ടില്ലല്ലോ. ആളിവിടെ ഇല്ലേ? ഉണ്ടെങ്കി ഒന്ന് വിളിച്ചേ. മാളു, മാളു, ഒന്നിങ്ങോട്ട് വന്നേടി. ഷോ, ഹരിയേട്ടൻ. ആഹാ, മാള് ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ആ, വാടോ, ദാ ഇവിടെ വന്നിരിക്കേ. എന്താടോ മടിച്ചു നിൽക്കുന്നേ? വന്നിരിക്കടോ.
ആ ആ, മഹേഷേ, ഞാൻ ചോദിക്കാൻ മറന്നു. നിങ്ങള് ഗോൾഡ് എടുക്കാൻ ഇന്നലെ പോയില്ലേ? പോയിട്ട് എന്തായി? ആ ആ, പോയി. എടുത്തു എടുത്തെടുത്തു. നിങ്ങളെന്താ എല്ലാരും കൂടെ എന്നെ പറ്റിക്കുകയാണോ? ഞാനൊന്നും അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? ആ, അത് അത് ഹരി പിന്നെ വേണ്ട മഹേഷേ, ഇനിയും ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ഗോൾഡ് എടുക്കാൻ പോയ ജ്വല്ലറി ഇല്ലേ, അതെന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ. അവ എന്നെ വിളിച്ചിരുന്നു, നടന്നതെല്ലാം എന്നോട് പറഞ്ഞു. അത് അത് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു ഹരി. നമ്മൾ മറച്ചു വെച്ചതിന് സോറി. മഹേഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോ കഴുത്തിലും കാതിലൊന്നും ഗോൾഡൊന്നും ഇല്ലാതെ കയറി വരുന്നത് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ആ, അതുകൊണ്ട് ഈ ഗോൾഡ് എല്ലാം ഞാൻ മാളുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ മാളു എന്റെ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറി വരുമ്പോ ഈ ഗോൾഡ് എല്ലാം ഇട്ടിട്ട് വേണം കയറി വരാൻ, കേട്ടോ? വാങ്ങിക്കടോ. ഈ ഉം, എടോ, ഇതെല്ലാം നിങ്ങൾ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ച അതേ ഓർണമെന്റ്സ് തന്നെയാ. ഇതിന്റെ ക്യാഷ് ഞാൻ പേ ചെയ്തെന്ന് വാങ്ങി. ഇനി നിങ്ങൾ അതാലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഹരി, അത് വേണ്ട. ഞാൻ വേറെ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് ഗോൾഡ് വാങ്ങിച്ചോളാം. അതെ മോനെ, മഹേഷ് പറഞ്ഞതാണ് അതിൻ്റെ ശരി. മോൻ ഈ ഗോൾഡ് തിരിച്ചു കൊണ്ടുപോകണം. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഈ മാളുവിനെ ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നേ. അപ്പൊ കല്യാണം കഴിഞ്ഞാല് ഇവൾക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തന്നെയല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടേ? അപ്പോ ഇതിപ്പോ ഞാൻ കുറച്ച് നേരത്തെ അവൾക്ക് വേണ്ടി ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. ഇതിന് നിങ്ങള് വിഷമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഹരിയേട്ടാ, അത് പിടിക്കടി ഇത്. ഞാൻ പറയുന്നതേ അങ്ങോട്ട് കേട്ടാ മതി. ഇനി ഞാനൊന്നും മിണ്ടണ്ട, കേട്ടോ? ആ, പിന്നെ ഒരു കാര്യം. നിങ്ങളുടെ ക്യാഷ് മിസ്സായതും ഞാനിവിടെ വന്നതും ഇതൊക്കെ തന്നതൊന്നും വേറെ ആരും അറിയരുത്, എൻ്റെ അമ്മ പോലും. ഹരി, ഞാൻ ഞാൻ ഈ ക്യാഷ് എങ്ങനെയെങ്കിലും തിരിച്ചു തരും. ആ, കൊള്ളാം. ഇനി ഇത് തിരിച്ചു തരാനൊന്നും നിൽക്കേണ്ട. ഇത് ഞാൻ മാളുവിന് കൊടുത്ത ഗിഫ്റ്റാണ്. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. അയ്യോ മോനെ, വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ബാ, ചോറൊക്കെ കഴിച്ചിട്ട് പോവാം. അയ്യോ, വേണ്ട ആൻറ്റി, കുറച്ച് തിരക്കുണ്ട്. മാളു, ഞാനെന്നാ ഇറങ്ങട്ടെ. ഉം. ആ, ആ. അമ്മേ. ഹലോ ഹലോ, ഹരിക്കൊരു ആക്സിഡന്റ് പറ്റി ഹൈവേയിൽ വെച്ച്. കുറച്ച് ക്രിട്ടിക്കലാണ്. ഏ? ആ, ഏ? ഏത് ഹോസ്പിറ്റലിലാ? സിറ്റി ഹോസ്പിറ്റലിൽ.